അങ്ങനെ 2025 ചാമ്പ്യൻസ് ട്രോഫി തീർന്നിരിക്കുകയാണ്. സോ ന്യൂസിലാൻഡിനെ 4 വിക്കറ്റിന് കീഴടക്കിയാണ് ഇന്ത്യ തങ്ങളുടെ 3ാമത്തെ ചാമ്പ്യൻസ് ട്രോഫി സ്വന്തമാക്കിയത്. ഇതോടുകൂടി ഏറ്റവും കൂടുതൽ ചാമ്പ്യൻസ് ട്രോഫി വിജയിച്ച ടീമെന്ന പദവി ഇന്ത്യക്ക് സ്വന്തമായിരിക്കുകയാണ്. ഇതിനു മുമ്പ് ഇന്ത്യയും ഓസ്ട്രേലിയയും ഷെയർ ചെയ്തിരിക്കുന്ന ആ ഒരു പദവി എന്ന് പറയുന്നത് ഇപ്പോൾ അത് ഇന്ത്യയുടെ പേരിലാണ് അതുള്ള ഏറ്റവും കൂടുതൽ ചാമ്പ്യൻസ് ട്രോഫി ഉള്ളതെന്നുള്ളത്. 2002 ആക്ച്വലി ഇന്ത്യ ശ്രീലങ്ക കളി മഴ ആയതുകൊണ്ട് ഷെയറാണ് ചെയ്തത്. പിന്നെ 2013 2025 ഇന്ത്യ അങ്ങനെ 3 ചാമ്പ്യൻസ് ട്രോഫി എടുത്തിരിക്കുന്നത്. സോ നമുക്ക് ചാമ്പ്യൻസ് ട്രോഫിയെ പറ്റി ചെറുതായിട്ടൊന്ന് വിശദമായിട്ടൊന്ന് നമുക്ക് നോക്കാം. സോ വെൽക്കം ടു ദ പോഡ്കാസ്റ്റ് ഓൺ ദ റോഡ്സ്. അതെ, പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. സോ ഫൈനലി ഇന്ത്യ ന്യൂസിലൻഡ് ഫൈനൽ എന്നുള്ള വളരെ മികച്ചൊരു കളി മത്സരം തന്നെയായിരുന്നു. നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ രോഹിത് ശർമ്മയുടെ ടോസ് നോക്കുകയാണെങ്കിൽ തന്നെ തുടർച്ചയായി 15ാമത്തെ തവണയാണ് രോഹിത്തിന് ടോസ് നഷ്ടപ്പെടുന്നത്. അങ്ങനെ ടോസ് നഷ്ടപ്പെട്ട ഇന്ത്യ ന്യൂസിലൻഡിനെ ബാറ്റിങ്ങിന് അയക്കുകയായിരുന്നു. വളരെ മികച്ച തുടക്കം തന്നെ ന്യൂസിലൻഡിന് കിട്ടിയെങ്കിലും പക്ഷേ എഫക്റ്റീവായിട്ട് ഫുൾ എൻറ്റയർലി ന്യൂസിലൻഡിന് അത് കൊണ്ടുപോകാൻ സാധിച്ചില്ല. എസ്പെഷ്യലി ഇൻ ദ മിഡിൽ ഓവേഴ്സ് നല്ലൊരുത്തിരി സ്ട്രഗിൾ ചെയ്തു ന്യൂസിലൻഡ്. അത് നമുക്ക് എടുത്ത് പറയാനുള്ളത് നമ്മുടെ ഇന്ത്യൻ സ്പിന്നേഴ്സിനെ തന്നെയാണ്. വളരെ മികച്ച രീതിയിൽ തന്നെയാണ് ബോൾ എറിഞ്ഞത്. സോ നമുക്ക് നോക്കുകയാണെങ്കിൽ തന്നെ ഡാരൽ മിച്ചലിൻ്റെ ഒരു 63 റൺസ്, ബ്രേസ്വെല്ലിലെ 53 റൺസ് നോട്ട് ഔട്ട്. സോ ഈ രണ്ടുപേരുടെയും മികച്ചൊരു ഇന്നിങ്സ് തന്നെയാണ് ന്യൂസിലൻഡിനെ 251 റൺസ് എന്ന നിലയിൽ എത്തിച്ചതും. ഇനി ഇന്ത്യക്ക് വേണ്ടി കുൽദീപ് യാദവും വരുൺ ചക്രവർത്തിയും 2 വിക്കറ്റ് വീതം നേടി. സോ ഇവരുടെ ഈ 4 വിക്കറ്റും ഇന്ത്യയുടെ എസ്പെഷ്യലി ബാക്കിയുള്ള സ്പിൻ ബോളേഴ്സും ജഡേജയും അക്സറും വളരെ മികച്ച രീതിയിൽ തന്നെ ബോൾ എറിഞ്ഞ് അവരെ പ്രഷറിലാക്കി. മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ഇന്ത്യക്ക് വളരെ മികച്ചൊരു സ്റ്റാർട്ട് തന്നെയാണ് രോഹിത് ശർമ്മ കൊടുത്തത്. 76 റൺസാണ് രോഹിത് ശർമ്മ അടിച്ചു കൂട്ടിയത്. അതുപോലെ ശ്രേയസ് അയ്യർ 48 റൺസ് എടുത്തു. KL രാഹുൽ 34 റൺസ് നോട്ട് ഔട്ട്. പിന്നെ എടുത്ത് പറയേണ്ട അക്സർ പട്ടേലുണ്ട്. അക്സർ പട്ടേൽ 29 റൺസ് എടുത്തു. പക്ഷേ അതിൽ മികച്ച കാര്യം പറയാനാണെങ്കിൽ അക്സർ പട്ടേലിൻ്റെയും ശ്രേയസ് അയ്യറിൻ്റെയും ആ ഒരു പാർട്ണർഷിപ്പ് വളരെ മികച്ചൊരു പാർട്ണർഷിപ്പ് തന്നെയായിരുന്നു. കാരണം ഉടനെ തുരുതുരെ 2 വിക്കറ്റ് ഗില്ലിൻ്റെയും നമ്മുടെ വിരാട് കോഹ്ലിയുടെ വിക്കറ്റ് പെട്ടെന്നാണ് നഷ്ടപ്പെട്ടത്. സോ അതിനുശേഷം വന്ന ശ്രേയസ് അയ്യരും നമ്മുടെ അക്സർ പട്ടേലും കൂടി വളരെ മികച്ച രീതിയിൽ തന്നെ പിടിച്ചു നിൽക്കുകയും വളരെ മികച്ചൊരു പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്യുകയും ആ പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്തതിനു ശേഷം ഇന്ത്യക്ക് അനായാസമായി ജയിക്കാൻ സാധിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഇവരുടെ എല്ലാവരും കോൺട്രിബ്യൂഷൻ നമുക്ക് എടുത്ത് പറയേണ്ടത് തന്നെയാണ്. എല്ലാവരും കോൺട്രിബ്യൂഷൻ വളരെ മികച്ച രീതിയിൽ തന്നെയാണ് ബാറ്റ് ചെയ്തത്. പിന്നെ ബോളിങ്ങിൽ എടുത്ത് പറയണമെങ്കിൽ സാന്തനറും ബ്രേസ്വെല്ലും 2 വിക്കറ്റ് വീതം വീഴ്ത്തിയിട്ടുണ്ട്. പക്ഷേ വളരെ മികച്ച രീതിയിൽ തന്നെ ഇവർ ബോൾ എറിഞ്ഞുവെങ്കിലും കളി തിരിച്ചു പിടിക്കാൻ ന്യൂസിലൻഡിനെ കൊണ്ട് സാധിച്ചില്ല. പിന്നെ മാറ്റ് ഹെൻറിക്ക് പരിക്കായതുകൊണ്ട് ഈ കളി കളിച്ചിരുന്നുമില്ല. മാറ്റ് ഹെൻറി ആയിരുന്നു ന്യൂസിലൻഡിൻ്റെ ഏറ്റവും വിക്കറ്റ് നേടിയ താരവും. സോ നമുക്ക് ഈ കളിയിലെ മാൻ ഓഫ് ദ മാച്ച് നോക്കുകയാണെങ്കിൽ 76 റൺസ് എടുത്ത രോഹിത് ശർമ്മ തന്നെയായിരുന്നു മാൻ ഓഫ് ദ മാച്ച്. പിന്നെ പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റ് രജിൻ രവീന്ദ്രയാണ്. 263 റൺസാണ് പുള്ളിക്കാരൻ ഈ ടൂർണമെൻറ്റിൽ അടിച്ചു കൂട്ടിയത്. പോരാത്തതിന് ഏറ്റവും കൂടുതൽ റൺസ് എടുത്ത പ്ലെയറും നമ്മുടെ രജിൻ രവീന്ദ്ര തന്നെയാണ്. അതുപോലെ തന്നെ മോസ്റ്റ് വിക്കറ്റ് നേരത്തെ പറഞ്ഞാൽ മാറ്റ് ഹെൻറി തന്നെയാണ് ടൂർണമെൻറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്ത് 10 വിക്കറ്റാണ് പുള്ളിക്കാരൻ നേടിയത്. സോ ഇന്ത്യയുടെ പെർഫോമൻസ് ടോട്ടലി പറയുകയാണെങ്കിൽ വളരെ മികച്ച ഒരു രീതിയിൽ തന്നെയാണ് ഇന്ത്യ പെർഫോം ചെയ്തത്. സോ വളരെ കൺസിസ്റ്റൻ്റായി തന്നെ ഒട്ടുമിക്ക കളിക്കാരും പെർഫോം ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റ്. തുടക്കത്തിൽ തന്നെ സ്പിന്നേഴ്സിൻ്റെ എണ്ണം കൂടുതലാണെന്ന് പറഞ്ഞ് ഒരുപാട് ക്രിറ്റിസിസം നേരിട്ടിരുന്നു. പക്ഷേ 2024 വേൾഡ് കപ്പ് നടന്ന പോലെ തന്നെയാണ് ഇപ്പോഴും നടന്നത്. എന്തുകൊണ്ട് സ്പിന്നേഴ്സിന് ചൂസ് ചെയ്യുന്നുള്ളത് വളരെ മികച്ച ഉത്തരം തന്നെയാണ് ഇന്ത്യ തന്നിരിക്കുന്നത്. സോ ഈ ചാമ്പ്യൻസ് ട്രോഫി കൂടി കഴിഞ്ഞ മനസ്സിൽ ലിമിറ്റഡ് ഓവേഴ്സിൽ ഏറ്റവും മികച്ചൊരു വൺ ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് ടീം തന്നെയാണ് ഇന്ത്യയുടെ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് സ്പിൻ അറ്റാക്കിൽ വളരെ മികച്ച രീതിയിൽ തന്നെയാണ് ഇന്ത്യ ബോൾ എറിയുന്നതും വളരെ മികച്ച രീതിയിൽ തന്നെയാണ് ഇന്ത്യ കളിക്കുന്നതും. ബാറ്റിംഗ് ആണെങ്കിലും ശരി, ബോളിംഗ് ആണെങ്കിലും ശരി. പക്ഷേ ഫീൽഡിങ്ങിൽ കുറച്ചുകൂടി മെച്ചപ്പെടാനുണ്ട്. കുറച്ചുകൂടി അല്ല, നല്ല മെച്ചപ്പെടാനുണ്ട്. കഴിഞ്ഞ കളി തന്നെ ഒരുപാട് മിസ്ഫീൽഡ് ഉണ്ടായിരുന്നു, ഒരുപാട് ഡ്രോപ്പ് ക്യാച്ചസ് ഉണ്ടായിരുന്നു. ഏകദേശം 9-10-11 ക്യാച്ചാണ് ഇന്ത്യ ടൂർണമെൻറ്റിൽ മാത്രം ഡ്രോപ്പ് ചെയ്തത്. സോ വളരെ ഡ്രോപ്പ് എഫിഷ്യൻസി കൂടുതലാണ് ഇന്ത്യക്ക്. തൊട്ട് പിന്നാലെ നമ്മുടെ പാകിസ്ഥാനും ബംഗ്ലാദേശും ഉണ്ട്. പക്ഷെ എന്നാലും വളരെ മികച്ച രീതിയിൽ തന്നെ ഫീൽഡ് ചെയ്തുകൊണ്ടിരുന്ന ടീമായിരുന്നു ഇന്ത്യ. ഫീൽഡിങ് കുറച്ചുകൂടി കാര്യമായി ഇന്ത്യ നോക്കേണ്ടിയിരിക്കുന്നു. സോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമുക്ക് ചാമ്പ്യൻസ് ട്രോഫിയിൽ പറയാനായിട്ട്. ഇനി അടുത്ത ശനിയാഴ്ചയാണ് നമ്മൾ IPL തുടങ്ങുകയാണ്. സോ ഈ IPL എങ്ങനെ വീഡിയോ ഇടുമായിരിക്കും എന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. കാരണം ഇപ്പോൾ തന്നെ ചാമ്പ്യൻസ് ട്രോഫിക്ക്
ഷോർട്സ് ആണ് ഇട്ടുകൊണ്ടിരുന്നത്, ഓരോ കളി കഴിയുമ്പോൾ ഷോർട്സ് ഇടുന്നത്. സോ അത് IPL വേണ്ടി ഒരു പ്രിപ്പറേഷൻ പോലെ തന്നെയായിരുന്നു ഇത് നടന്നത്. പക്ഷേ ഇടയ്ക്ക് നമ്മുടെ സെമി ഫൈനലിലൊന്നും എനിക്ക് വീഡിയോ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ആ സമയത്ത് കുറച്ച് തിരക്കായിപ്പോയി, പൊങ്കാലയുടെ തിരക്കും അങ്ങനെ കുറച്ച് തിരക്കായിപ്പോയി. ഇത്രയൊക്കെ തന്നെ ഇന്നത്തെ വീഡിയോ. സോ കൺഗ്രാജുലേഷൻസ് ടു ടീം ഇന്ത്യ ഫോർ വിന്നിങ് ദ മാച്ച്. സോ അടുത്ത എപ്പിസോഡിൽ അടുത്ത പുതിയൊരു വിഷയമായിട്ട് ചർച്ച ചെയ്യാൻ നമുക്ക് വീണ്ടും വരാം. സോ അതുവരെ ബൈ.